402 പേരെ നേരിൽ വിളിച്ച് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ നടത്തിയ സർവേയുടെ സമഗ്ര റിപ്പോർട്ടാണ് ന്യൂസ് മലയാളം ഇതാ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിൽ സർക്കാർ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെടെ 402 പേരെ വിളിച്ച് പദ്ധതി പുരോഗതിയിലുള്ള അഭിപ്രായ സർവേ ഫലം പുറത്തുവിടുകയാണ് ഇതാ ന്യൂസ് മലയാളം. ദുരന്ത ബാധിതരെ 3ആയി തരംതിരിച്ചാണ് സർക്കാർ പുനരധിവാസ പദ്ധതി തയ്യാറാക്കിയത്. ദുരന്തത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട 246 കുടുംബങ്ങൾ. ദുരന്ത ബാധിത പ്രദേശത്ത് റെഡ് സോണിലെ വാസയോഗ്യമല്ലാത്ത സ്ഥലത്തുണ്ടായിരുന്ന 87 കുടുംബങ്ങൾ. റെഡ് സോൺ അല്ലെങ്കിലും ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് വാസയോഗ്യമല്ലാത്ത സ്ഥലത്തുണ്ടായിരുന്ന 73 കുടുംബങ്ങൾ. കോഴിക്കോട് റീജിയണൽ ചീഫ് പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ 13 റിപ്പോർട്ടർമാർ നടത്തിയ അക്ഷീണ പ്രയത്നത്തിലൂടെയാണ് ഈ വിവരങ്ങൾ ശേഖരിച്ചത്, ക്രോഡീകരിച്ചത്. സർവേ ഫലത്തിലേക്ക് കിടക്കാം. ഗുണഭോക്തൃ പട്ടികയിലുള്ളത് 402, സർവേയിൽ പങ്കെടുത്തത് 329 പേർ. വയനാട് ദുരന്ത പുനരധിവാസ പദ്ധതിയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ തൃപ്തികരമാണോ എന്നതായിരുന്നു ഞങ്ങളുടെ ആദ്യ ചോദ്യം. അതിൽ തൃപ്തരാണെന്ന് പറഞ്ഞത് 56.83% പേരാണ്. തൃപ്തരല്ല എന്ന് പറഞ്ഞത് 31.31% പേരാണ്. ഭാഗികമായി തൃപ്തി അത് 11.85% പേരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 300 രൂപ ദിവസ ഭത്തയടക്കം സർക്കാർ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ യഥാക്രമം നിങ്ങളുടെ കയ്യിലേക്ക് എത്തിയോ എന്നുള്ളത്. അതിൽ ലഭിച്ചു എന്ന് പറഞ്ഞത് 88.75% പേരാണ്. ലഭിച്ചില്ല എന്ന് പറഞ്ഞത് 11.24% പേരും. ഞങ്ങളുടെ മൂന്നാമത്തെ ചോദ്യം, വീടു നിർമ്മാണം ഡിസംബറിൽ പൂർത്തിയായി ജനുവരിയിൽ കൈമാറും എന്ന വാഗ്ദാനം പാലിക്കുമെന്ന് കരുതുന്നുണ്ടോ? അതിന് 23.10% പേർ ഉണ്ടെന്നും 68% പേർ ഇല്ല എന്നും പറഞ്ഞു. അറിയില്ല എന്ന നിലപാടെടുത്തത് 8.81% പേരാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദുരന്ത ബാധിതരോടുള്ള ന്യൂസ് മലയാളം ടീമിന്റെ നാലാമത്തെ ചോദ്യം ഇതായിരുന്നു. വയനാട് ദുരന്ത ബാധിതരെ കേന്ദ്ര സർക്കാർ കരുണാപൂർവം പരിഗണിച്ചുവെന്ന് കരുതുന്നുണ്ടോ എന്ന്. അതിൽ പരിഗണിച്ചു എന്ന് പറഞ്ഞത് 11.24% പേർ. പരിഗണിച്ചില്ല എന്ന് പറഞ്ഞത് 80.24% പേർ. അറിയില്ല എന്ന് 8.51% പേരും പറഞ്ഞു. സർക്കാർ നൽകുന്ന വീടിന് പകരം സന്നദ്ധ സംഘടനകൾ നിർമ്മിക്കുന്ന വീട് തിരഞ്ഞെടുത്തവരാണ് ഓപ്ഷൻ 2 എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരിക. അവരോട് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ പ്രത്യേകം ചോദ്യങ്ങളും തയ്യാറാക്കിയിരുന്നു. അവരോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം, സർക്കാർ ടൗൺഷിപ്പിന് പകരം പുറത്ത് വീട് വാങ്ങാനുള്ള തീരുമാനം ശരിയായിരുന്നുവെന്ന് ഇപ്പോഴും കരുതുന്നുണ്ടോ എന്നായിരുന്നു. അതിൽ ശരിയായ തീരുമാനമായിരുന്നു എന്ന് പറഞ്ഞത് 94.59% പേരും അതൊരു തെറ്റായ തീരുമാനമായിരുന്നുവെന്ന് 5.4% പേരും പറഞ്ഞു.